അരുണിലേക്ക് തന്നെ. അരുൺ, നമുക്കറിയാം ഈ രാഹുൽ ഷാഫി കൂട്ടുകെട്ട്, ഈ രണ്ട് കൂട്ടുകെട്ടും കോൺഗ്രസിനെ കൊണ്ടുചെന്നെത്തിച്ചത് വലിയ പ്രതിസന്ധിയിലേക്കാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. ഉമ്മൻചാണ്ടിയുടെ വ്യക്തമായ ടിക്കുണ്ടായിട്ട് പോലും ജെ.എസ്. അഖിലിനെ പോലുള്ള നേതാക്കൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വഴിമാറി കൊടുക്കേണ്ടി വന്ന് നമ്മളൊക്കെ കണ്ടതാണ്. നമ്മളൊക്കെ അതിന് സാക്ഷിയാണ്. ഇപ്പോഴിതാ ഇന്നലെ ന്യൂസ് 18 പ്രൈം ഡിബേറ്റിൽ തന്നെ ഡിവൈഎഫ്ഐ നേതാവ് എ.കെ. ഷാനിബ് വ്യക്തമായി പറയുന്നു, ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു യുവതി കൂടി പരാതിയുമായി രംഗത്ത് വരാൻ സാധ്യതയുണ്ട് എന്നാൽ തനിക്ക് വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമാണ്. ഇത്തരത്തിലൊരു പരാതി ഉടൻ തന്നെ ഉയരും. ആ പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ഒരു പരാതി ഉയരുമ്പോൾ ആ പരാതി നേരത്തെ തന്നെ അത് ഒതുക്കി തീർക്കാൻ, അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയത് ഷാഫി പറമ്പിലായിരുന്നു. അത് തനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന കാര്യമാണ്. അത്തരത്തിലൊരു പരാതി ഉയർന്നിട്ടില്ലെങ്കിൽ തെളിവ് തന്റെ കയ്യിലുണ്ട്. താൻ അതുമായി ബന്ധപ്പെട്ട പോലീസിനെ സമീപിക്കുമെന്ന് ഇന്നലെ നമ്മുടെ പ്രൈം ഡിബേറ്റിലാണ് ഷാനിബ് വെളിപ്പെടുത്തിയത്. അപ്പോൾ സ്വാഭാവികമായും ഇനി എന്ത് സംഭവിക്കും? വലിയ തരത്തിൽ വീണ്ടും പരാതികൾ ഉയരുന്ന സാഹചര്യം കുരുക്ക് മുറുകുക തന്നെയാണ്. പ്രത്യേകിച്ചും ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരു നീക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നതിനിടെ. ഭവ്യ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവിനെതിരെ ഇത്തരം സ്വഭാവദൂഷ്യ ആരോപണങ്ങൾ പുറത്തു വന്നത് ഈ കഴിഞ്ഞ മാസങ്ങളിലാണെങ്കിൽ പോലും കോൺഗ്രസ് നേതൃത്വത്തിന്, കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ആളുകൾക്കൊക്കെ ഇയാളുടെ സ്വഭാവ ദൂഷ്യം വളരെ വ്യക്തമായി അറിയാമായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ആൾ ഷാഫി പറമ്പിൽ തന്നെയാണ്. ഷാഫി പറമ്പിലാണ് എപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ ആ രീതിയിൽ പ്രൊമോട്ട് ചെയ്ത നേതാവ്. രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിക്കുമ്പോൾ പോലും പല നേതാക്കളും, ഒരുപക്ഷെ സരിൻ ഉൾപ്പെടെ നേതാക്കളുടെ ഇന്നലെ സൗമ്യ സരിനൊക്കെ അത് സാമൂഹ്യ മാധ്യമത്തിന് കുറിച്ചിട്ടുണ്ട്. ഇത്തരമൊരു സ്വഭാവ വൈകല്യമുള്ള ഒരാളെ പാലക്കാട് ജനതയുടെ മുകളിൽ കെട്ടിവെക്കരുതെന്നാണ് സരിൻ ആവശ്യപ്പെട്ടതെന്ന് സൗമ്യ സരിൻ ഇന്നലെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുമുണ്ട്. അത്തരത്തിൽ കോൺഗ്രസിലെ പ്രധാന നേതാക്കൾക്ക് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ സ്വഭാവ ദൂഷ്യം, പത്തനംതിട്ട ഒരു പ്രധാനപ്പെട്ട നേതാവ് രാഹുലിനെ പലതവണ ഈ വിഷയത്തിൽ വാൺ ചെയ്തിട്ടുണ്ടെന്നുള്ളതും വസ്തുതയാണ്. അങ്ങനെ പല നേതാക്കൾക്കും അറിയാമായിരുന്ന കാര്യമാണ്. അത്തരം ഒരാളെയാണ് പാലക്കാട് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒരുപക്ഷെ രാഹുൽ ഇല്ലെങ്കിൽ പോലും ജയിക്കാവുന്ന മണ്ഡലമായിരുന്നു അത്. ഷാഫിയുടെ ഒരു പ്രഭാവം കൊണ്ട് തന്നെ, വ്യക്തിപ്രഭാവം, ഷാഫിക്ക് മണ്ഡലത്തിന്റെ സ്വാധീനം കൊണ്ട് അവിടെ കെ മുരളീധരനെ പോലെ നേതാവിന്റെ പേരാണ് ആ ഘട്ടത്തിൽ ജില്ലാ കമ്മിറ്റി DCC നിർദ്ദേശിച്ചത്. കെ മുരളീധരനെ പോലുള്ള പേര് വെട്ടിക്കൊള്ളഞ്ഞുകൊണ്ട് പത്തനംതിട്ടയിൽ നിന്ന് ഒരു യുവ നേതാവിനെ അവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നു, വിജയിപ്പിക്കുന്നു. അപ്പോൾ തന്നെ ആരോപണങ്ങൾ ഉയർന്നു വന്നതാണ്. പക്ഷേ അതിനൊക്കെ വലിയ സംരക്ഷണം ഷാഫി പറമ്പിലും ഒപ്പമുള്ളവരും നൽകി. അതിനുശേഷവും ഈ പാർട്ടിക്ക് മുകളിൽ അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ മറികടന്നുകൊണ്ടൊരു സംഘമായി ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടും ഒപ്പമുള്ളൊരു മാറി എന്ന വിമർശനം കൂടി കോൺഗ്രസിനുള്ളിലുണ്ട്. അതുകൊണ്ടാണ് അവർ ഈ പ്രധാനപ്പെട്ട നേതാക്കളെ പോലും വലിയൊരു സൈബർ ആക്രമണം ഉണ്ടായത്. രാജ്മോഹൻ ഉണ്ണിത്താനും പ്രതിപക്ഷ നേതാവിനും രമേശ് ചെന്നിത്തലയ്ക്കൊക്കെ അത് തുറന്നു പറയേണ്ടി വന്നത്. ഏതായാലും ഈ വളർച്ച അസാധാരണ വളർച്ചയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വളർച്ച മാത്രമല്ല, അയാൾക്കൊപ്പമുള്ള ഈ ഷാഫി പറമ്പിൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ടീം എന്ന് പറയുന്ന അവരുടെ വളർച്ചയും ഒക്കെ വളരെ വേഗത്തിലാണത്. കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളെയൊക്കെ അസ്വസ്ഥപ്പെടുന്ന തരത്തിൽ, പ്രധാന നേതാക്കളെയൊക്കെ ചവിട്ടി മെതിച്ചുകൊണ്ട് ഇവർ മുന്നോട്ട് പോകുന്ന വലിയ അതിർത്തിയുണ്ട്. അതുകൊണ്ടുകൂടിയാണ് രാഹുലിനെതിരെ ഒരു അവസരം കിട്ടിയപ്പോൾ ഈ രീതിയിൽ ആഞ്ഞടിച്ചുകൊണ്ട് നേതൃത്വത്തിലെ ഏതാണ്ട് പ്രധാനപ്പെട്ട നേതാക്കളുടെ, മുതിർന്ന നേതാക്കളുടെ ഏതാണ്ട് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ചില നേതാക്കൾ, അടൂർ പ്രകാശിനെ പോലെ നേതാക്കളൊക്കെ അതിന് അപവാദമാണ്. അവസാന ഘട്ടം വരെയും രാഹുലിനെ സംരക്ഷിക്കാൻ നോക്കിയതാണ് അടൂർ പ്രകാശും AP അനിൽകുമാറിനെയൊക്കെ പോലെ നേതാക്കൾ. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ, വി ഡി സതീശൻ ആദ്യ ഘട്ടം മുതൽ കടുത്ത നിലപാടെടുത്ത നേതാവാണ്. അത്ര നേതാക്കൾ കൂടി ഉള്ളതുകൊണ്ടാണ് സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ നടപടിക്ക് കോൺഗ്രസ് നിർബന്ധിതമായത്. കൂടുതൽ പരാതികൾ ഇയാൾക്കെതിരെ ഉണ്ട്, കൂടുതൽ ഇരകൾ ഇയാൾക്ക് രംഗത്ത് വരുമെന്നൊരു ആശങ്ക കൂടി കോൺഗ്രസിനുണ്ട്. കോൺഗ്രസിന് തന്നെ ചില പരാതികൾ ഇതിലേക്ക് ലഭിച്ചിട്ടുണ്ട്. അത് സംഘടനയ്ക്കുള്ളിൽ നിന്നും പുറത്തുനിന്നുമൊക്കെ പരാതികൾ ലഭിച്ചിട്ടുണ്ട്. സംഘടനയ്ക്കുള്ളിൽ നിന്നുള്ള പരാതികളാണ് കൂടുതൽ ആശങ്കയോടുകൂടി നേതൃത്വം കണ്ടത്, കൂടുതൽ അവരെ അസ്വസ്ഥപ്പെടുത്തിയത്. അതുകൊണ്ടുകൂടിയാണ് ഈ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ഇടപെട്ട് രാഹുലിനെതിരെ കടുത്ത നടപടി വേണമെന്ന ആവശ്യം ആദ്യഘട്ടം മുതൽ ഉന്നയിച്ചത്. ശരിയാണ്. VV അരുണും ഡാൻ കുര്യനുമൊപ്പം KV ബൈജുമാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. സദാചാര വിരുദ്ധ പ്രവർത്തനത്തിലേർപ്പെട്ട MLA പുറത്താക്കാൻ നിയമസഭയ്ക്ക് അധികാരമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമസഭയുടെ പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് പരാതി ലഭിച്ചാൽ പരിശോധനകൾക്ക് ശേഷം നടപടിക്ക് ശുപാർശ ചെയ്യാനാവും. കമ്മിറ്റിയുടെ ശുപാർശ നിയമസഭ അംഗീകരിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ MLA സ്ഥാനത്ത് നിന്ന് പുറത്താക്കാനും കഴിയും. ഇതിന് ഇടതുമുന്നണി തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. കാണാം BVRന്റെ റിപ്പോർട്ട്. കോൺഗ്രസ് പാർട്ടി പുറത്താക്കിയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA സ്ഥാനം നഷ്ടപ്പെടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെട്ടത് അതുകൊണ്ടാണ്, രാജിവെക്കുന്നതാണ് ഉചിതമെന്ന് ആവശ്യപ്പെട്ടത് അതുകൊണ്ടാണ്. രാജി ആവശ്യപ്പെടാനല്ലാതെ അംഗത്തെ കൊണ്ട് നിർബന്ധിച്ച് രാജിവെപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വമോ മറ്റേതെങ്കിലും പാർട്ടിക്കോ കഴിയില്ല എന്നതാണ് വസ്തുത. രാഹുൽ മാങ്കൂട്ടത്തിന് വേണമെങ്കിൽ അടുത്ത നിയമസഭാ സമ്മേളനത്തിലും പങ്കെടുക്കാം. അവിടെ
പാർട്ടി തീരുമാനത്തിന് വിരുദ്ധമായി കോൺഗ്രസ് ടിക്കറ്റ് ജയിച്ചു വന്നുകൊണ്ട് തന്നെ കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ചു വന്നതുകൊണ്ട് തന്നെ പാർട്ടി തീരുമാനത്തിന് വിരുദ്ധമായി നിയമസഭയിൽ വോട്ട് ചെയ്താൽ സ്പീക്കർക്ക് കൂറുമാറി നിരോധന നിയമപ്രകാരം അംഗത്തെ അയോഗ്യനാക്കാമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന് കത്ത് നൽകാം. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA സ്ഥാനം കളയാൻ കോൺഗ്രസിന് മുന്നിലുള്ള ഒരു വഴി. മറ്റൊന്ന് പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിയാണ്. സദാചാര വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അംഗത്തിന് നടപടിയെടുക്കാൻ, പരാതി ലഭിച്ച നടപടിയെടുക്കാൻ നിയമസഭയുടെ പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് അധികാരമുണ്ട്. അതിനൊരു പരാതി ഏതെങ്കിലും ഒരു MLAക്ക് ഈ അംഗത്തിനെതിരെ പരാതി നൽകാം. ആ പരാതി ലഭിച്ചാൽ സ്പീക്കർക്കാണ്, എത്തിക്സ് കമ്മിറ്റിക്ക് നേരിട്ടല്ല, സ്പീക്കർക്കാണ് ഒരു അംഗം പരാതി നൽകേണ്ടത്. ആ പരാതി ലഭിച്ചാൽ നിയമസഭാ സ്പീക്കർക്ക് ആ പരാതി സഭയുടെ പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് കൈമാറാം. ആ കമ്മിറ്റി നിരവധി നടപടിക്രമങ്ങൾക്ക് ശേഷമാകും ഇതിലുള്ള നടപടികൾ തീരുമാനിക്കേണ്ടത്. സഭാ സമ്മേളനം ചേരാത്ത സമയങ്ങളിലും ഒരു അംഗത്തിന് മറ്റൊരു MLAക്കെതിരെ, മറ്റൊരു അംഗത്തിനെതിരെ സദാചാര വിരുദ്ധ പ്രവർത്തനത്തിന് നിയമസഭയുടെ പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് പരാതി നൽകാം. സഭ ആരംഭിക്കുമ്പോഴോ അല്ലെങ്കിൽ ആ പരാതി ലഭിക്കുന്ന സമയത്തോ 9-ലധികം അംഗങ്ങൾ അടങ്ങിയിട്ടില്ലാത്ത പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് ഈ പരാതി ഗവർണർക്ക് കൈമാറാം. ആ കമ്മിറ്റി റഫർ ചെയ്യുന്ന ഏതൊരു പ്രശ്നവും പരിശോധിക്കാനും അതിലെ വസ്തുതകൾ പരിഗണിച്ച് അവകാശ ലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്ന് ഉണ്ടെങ്കിൽ അതിന്റെ ആ അവകാശ ലംഘന സ്വഭാവം എന്തെന്ന്, അത് ഇടവരുത്തിയ സാഹചര്യം എന്തെന്നൊക്കെ പരിശോധിച്ച് ഉചിതമുള്ള നടപടികൾ ആ കമ്മിറ്റിക്ക് ശുപാർശ ചെയ്യാം. ആ ശുപാർശ ചെയ്യുന്ന റിപ്പോർട്ട് സ്പീക്കർ സഭ ചേരുമ്പോൾ സഭയിൽ വയ്ക്കണം. ആ സഭ റിപ്പോർട്ട് പരിഗണിച്ച് കമ്മിറ്റിയിലെ ചെയർപേഴ്സണോ അല്ലെങ്കിൽ ഏതെങ്കിലും അംഗത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അംഗത്തിനോ റിപ്പോർട്ട് പരിഗണനയ്ക്കെടുക്കണമെന്ന ഉപക്ഷേപം സഭയിൽ അവതരിപ്പിക്കും. അങ്ങനെ ചെയ്താൽ ആ പ്രശ്നം സഭയിൽ വോട്ടിനിട്ട് തീരുമാനമെടുക്കാമെന്നാണ് നിയമസഭാ നടപടിക്രമങ്ങൾ, നിയമസഭാ ചട്ടങ്ങൾ പറയുന്നത്. സഭയിൽ വോട്ടിടുന്നതിന് മുമ്പ് സ്പീക്കർക്ക് ആ ഉപക്ഷേപത്തിന്മേൽ അരമണിക്കൂർ കവിയാത്ത സമയത്തേക്കുള്ള ചർച്ചയ്ക്കും അനുവദിക്കാവുന്നതാണ്. സഭ റിപ്പോർട്ട് പരിഗണിക്കേണ്ടതാണുള്ള കാര്യം സ്ഥാപിക്കുന്നതിനാവശ്യമായ കാര്യങ്ങൾ ചർച്ചയിൽ, അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ചർച്ച പോകാൻ പാടില്ലെങ്കിലും ആ കാര്യങ്ങൾ വിശദമായി തന്നെ ചർച്ച നടക്കും. അതിനുശേഷം കമ്മിറ്റിയുടെ പരിഗണനയ്ക്കെടുക്കും. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സഭ അംഗീകരിക്കുകയാണെങ്കിൽ ആ അംഗത്തിനെ, ഈ സദാചാര വിരുദ്ധ പ്രവർത്തനം നടത്തിയ അംഗത്തിനെ നിയമസഭാ അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ നിയമസഭയ്ക്ക് അധികാരമുണ്ട്. ആ പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പരിഗണിച്ച് അതിനു മുമ്പ് തന്നെ ഈ പരാതി ലഭിച്ചാൽ, എത്തിക്സ് കമ്മിറ്റിക്ക് പരാതി കിട്ടിക്കഴിഞ്ഞാൽ ഈ കക്ഷികളെ, അതായത് പരാതി നൽകിയ ആളെയും ആരോപണ വിധേയനായ ആളെയും എത്തിക്സ് കമ്മിറ്റി ഹിയർ ചെയ്യണം. അവരുടെ വാദങ്ങൾ കൂടി കേട്ട ശേഷമാകും അന്തിമ തീരുമാനമെടുക്കുകയും ആ റിപ്പോർട്ട് തയ്യാറാക്കി സഭയിൽ വയ്ക്കുകയും ചെയ്യേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഇത്തരമൊരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ സഭ ചേരുന്ന സമയമല്ല, പക്ഷേ സ്പീക്കർക്ക് ഏതെങ്കിലും ഒരു MLA പരാതി നൽകിയാൽ സ്പീക്കർക്ക് ആ പരാതി സഭയുടെ പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് വിടാനുള്ള അധികാരമുണ്ട്. ഇനി ജനുവരി അവസാനമോ ഫെബ്രുവരി ആദ്യമോ ആകും നിയമസഭ സെഷൻ ചേരുക. ബജറ്റ് സമ്മേളനമാണ് ഈ നിയമസഭയുടെ അവസാന സമ്മേളനം. അതിലൊരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ പരാതി ലഭിച്ചാൽ ആ പരാതി കൂടി പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് കൂടി ഒരുപക്ഷെ സമ്മേളനത്തിൽ വന്നേക്കാം. അതൊരു നീക്കങ്ങളും ഇടത് കേന്ദ്രങ്ങൾ ഭരണപക്ഷം ആരംഭിച്ചതാണ് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സദാചാര വിരുദ്ധ പ്രവർത്തനത്തിന് സഭയുടെ അംഗത്വം കൂടി റദ്ദാക്കി പുറത്താക്കാനുള്ള അധികാരമുണ്ടാവും. അങ്ങനെയെങ്കിൽ അത് കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായമായി കൂടി രചിക്കപ്പെടും. നേരത്തെ KR ഗൗരിയമ്മയ്ക്കെതിരെയുള്ള അധിക്ഷേപകരമായ പരാമർശത്തിന് PC ജോർജിന് നിയമസഭ താക്കീത് ചെയ്തിരുന്നു. അതിനപ്പുറത്തേക്ക് സദാചാര വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ, മോശം സ്വഭാവത്തിന്റെ പേരിൽ ഒരു അംഗത്തെയും കേരള നിയമസഭ അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. അങ്ങനെ സംഭവിച്ചാൽ അതിലും രാഹുൽ മാങ്കൂട്ടത്തിലെന്ന പാലക്കാട് MLA ഒരു പുതിയ റെക്കോർഡാകും, പുതിയ ചീത്തപ്പേരാകും എഴുതി ചേർക്കാൻ പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മറ്റൊരു പെൺകുട്ടി പരാതിയുമായി വരാൻ സാധ്യതയുണ്ടെന്ന് ന്യൂസ് 18 പ്രൈം ഡിബേറ്റിൽ ഡിവൈഎഫ്ഐ നേതാവ് ഷാനിബ്